ഇല്ല, നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അത്. കാരണം അങ്ങനെ ഇതുവരെയും ഒരു നല്ല ഇടപെടലൊക്കെയാണ്, നല്ല സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ യവന് ഈ കുഴപ്പമുള്ളതായിട്ട് ആർക്കും അറിയില്ല, നോർമലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അഫ്സാൻ ഇവിടെ വരാറുണ്ടോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പലഹാരങ്ങളൊക്കെ വാങ്ങിക്കാൻ വരാറുണ്ട്. ലഹരി ഉപയോഗിച്ചിട്ടാണ് അഫ്സാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഇല്ല, നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അത്. കാരണം അങ്ങനെ ഇതുവരെയും ഒരു നല്ല ഇടപെടലൊക്കെയാണ്, നല്ല സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതുവരെയും അങ്ങനെ ഒന്നും നമുക്കറിയില്ല. അത് അവൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ ഇതിനൊക്കെ കാരണമായിട്ട് അഫ്സാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് അങ്ങനെ ഒരു വണ്ടി അവൻ എടുത്തുനിന്ന് അതിൻ്റെ പൈസ ഈ അടയ്ക്കാനങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ ആർച്ചിൻ്റെ അവിടെ ഒരു കടയിൽ ചെന്ന് പൈസ കടം ചോദിച്ചതായിട്ടൊക്കെ അറിയുന്നു. അപ്പോൾ അവർ പറഞ്ഞ ആദ്യം ഈ തന്ന പൈസ, ഈ സാധനം വാങ്ങിച്ച പൈസ തന്നിട്ട് പോയി കടം ചോദിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. ഇന്നലെയാണ്. അഫ്സാന്റെ കൂടെ വന്ന പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഒന്നും അറിയില്ല. ഇവിടെ ഉള്ളതുപോലെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവരെ വീട്ടിലെ സംസാര വിഷയമായിരുന്നു, ഫാമിലി സമ്മതിച്ചില്ല എന്നൊക്കെയാണ് അഫ്സാൻ എന്നറിയുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ കൊണ്ടുവന്നെന്ന് അവർ സമ്മതിച്ചില്ല എന്നൊക്കെ ഇവിടെ പറയുന്നതായിട്ട് അറിയും. കുട്ടി ഇവിടെ വന്നവരും നമുക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇന്നലെ എപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്? ഞങ്ങൾ അറിയുന്നത് തന്നെ പോലീസ് വന്നതിന് ശേഷമാണ്. അതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പോലീസ് ഈ ഇവന്റെ ഉപ്പാടെ ഉമ്മയൊക്കെ കൊന്നല്ലോ. അപ്പം അവരുമായിട്ട് എങ്ങനെയാണ് ഇവര് മുന്നോട്ട് പോയിരുന്നതെന്നുണ്ടെങ്കിൽ അറിയുമോ? അവസാനം എങ്ങനെയായിരുന്നു ആ ഉമ്മയോട് പെരുമാറിയിരുന്നത്? നമുക്ക് ഇവന് ഈ കുഴപ്പമുള്ളതായിട്ട് ആർക്കും അറിയില്ല, നോർമലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ വരുമ്പോൾ നല്ല സഹകരണം, നല്ല സ്നേഹത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ആൾക്കാർക്ക് ഇവിടെ ആർക്കും അറിയില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ബ്രദർ സൈനികനായിരുന്നു എന്ന് തോന്നുന്നല്ലേ? എന്ന് തോന്നുന്നു, ഡിസംബരത്ത്. അപ്പം അവിടുന്ന് എങ്ങനെയായിരുന്നു? അവരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്? എന്തെങ്കിലും ഒരു സൂചന? അതൊന്നും അറിയാൻ പാടില്ല. പൈസ ചോദിച്ചതാണെന്ന് അറിയുന്നത്. അവിടെ ചെന്ന് പൈസ എങ്ങാണ്ട് ചോദിച്ചു എന്ന് പറയുന്നു. അല്ലാതെ വേറെ ഒന്നും അറിയാൻ പാടില്ല.